ഹലോ ഇവാൻ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു കാർ ഷോ കാണാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ദേ ഈ കാണുന്ന ഇവനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഏത് കാറാണെന്ന് ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പോഷിൻ്റെ കരേര GT എന്നൊരു മോഡലിനെ കുറിച്ചാണ്. നമുക്കറിയാം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസിലൂടെ ലോക പ്രശസ്തി നേടിയ ഒരു ആക്ടറായിരുന്നു പോൾ വാക്കർ. എന്നാൽ 2013 നവംബറിൽ സിനിമാ ലോകത്തെ ആകെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു പോൾ വാക്കറിൻ്റേത്. റീച്ച് ഔട്ട് വേൾഡ് വൈഡ് എന്ന തൻ്റെ ചാരിറ്റി പ്രോഗ്രാമിനായിട്ട് US കാലിഫോർണിയയിൽ വന്നതായിരുന്നു പോൾ വാക്കർ. എന്നാൽ അവിടെ വെച്ച് തൻ്റെ ഫ്രണ്ടും ബിസിനസ് പാർട്ട്ണറും കൂടെ ആയിട്ടുള്ള റോജർ റോഡോസിൻ്റെ കൂടെ ഒരു 2005 മോഡൽ പോഷ് കരേര GTയിൽ കാലിഫോർണിയയിലെ സാന്റാ ക്ലാരിറ്റയിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് ആദ്യം ലൈറ്റ് പോളിലും പിന്നീട് മരത്തിലും ചെന്നിടിച്ച് ആ കാർ രണ്ടായി പിളർന്ന് വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ആ സമയത്ത് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7 ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ ബ്രദറിനെ വെച്ചിട്ടാണ് ആ മൂവി ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2015 പോൾ വാക്കറിൻ്റെ മകൾ മെഡോ വാക്കർ പോഷിനെതിരെ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2016 ആയപ്പോഴത്തേക്കും ഒരു $10.1 മില്യൺ അതിന് സെറ്റിൽമെൻറ്റ് തുകയായിട്ട് അവർ നൽകി. ഈ കംപ്ലയിൻറ്റിലെ മെയിൻ എലമെൻറ്റ്സ് ആയിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ കരേര എന്ന മോഡലിലെ ഇൻസ്റ്റെബിലിറ്റിയും അതിൻ്റെ സീറ്റ് ബെൽറ്റിൻ്റെ പ്ലേസ്മെൻറ്റും കാരണം ഇമ്പാക്റ്റ് ടൈമിൽ ഇഞ്ചുറി ഉണ്ടാകും എന്നതായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാർ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.